അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഉറങ്ങുന്നതിൽ വല്ല വിരോധവുമുണ്ടോ? എന്താണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്? ബിന്നസ്ബതി ലിന്നൗം ബഅദ സ്വലാത്തിൽ ഇൻസാൻ അൽ ഫജ്ർ ഫലം യരിദ് നസ്സുൻ യംനഉ മിൻ ഫഹുവ ബാഖിൻ അലൽ അസ്ൽ. സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഉറങ്ങരുത് എന്നുള്ളത് സംബന്ധമായ ഒരു ഹദീസ് പോലും നമുക്ക് കാണാൻ സാധ്യമല്ല. അതിനാൽ തന്നെ ആരെങ്കിലും സുബ്ഹി നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഉറങ്ങുകയാണെങ്കിൽ അതുകൊണ്ട് വിരോധമില്ല, അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് കാണാം. ولكن كان من هدى النبي صلى الله عليه وسلم وأصحابه أنهم إذا صلوا على الفجر جلسوا في مصلاه حتى تطلع الشمس. പക്ഷേ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുക പതിവായിരുന്നു. സാധാരണഗതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ ഉദിച്ചതിന് ശേഷം അവിടെ നിന്ന് എഴുന്നേൽക്കുമായിരുന്നു എന്നും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസിൽ കാണാവുന്നതാണ്. ഒരു ഹദീസിൽ ജാബിർ ബിൻ സമ്രയോട് സമ്മാക്ക് ബിൻ ഹർബ് എന്ന് പറയുന്നതായ സ്വഹാബി ചോദിച്ചു, നിങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇരിക്കാറുണ്ടായിരുന്നോ? അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഖാല നഅം കസീറൻ കാന ലാ യഖൂമു മിൻ മുസല്ല അല്ലദീ യുസല്ലി ഫീഹി സുബ്ഹ്. അദ്ദേഹം പറഞ്ഞു, അതെ, ധാരാളം ഇരുന്നിട്ടുണ്ട്. സുബ്ഹി നമസ്കാരത്തിന് ശേഷം പ്രവാചകർ അവിടെ നിന്ന് എഴുന്നേൽക്കുമായിരുന്നില്ല. സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ നിന്ന് അധികവും എഴുന്നേൽക്കുമായിരുന്നില്ല. അങ്ങനെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് എഴുന്നേൽക്കുമായിരുന്നു. ഈ സന്ദർഭത്തിൽ അവിടെയുണ്ടായിരുന്ന സ്വഹാബികളെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു. അവർ ജാഹിലിയ്യ കാലഘട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ച്, പല സംഗതികളെക്കുറിച്ചും അയവിറക്കുമായിരുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രവാചകർ മൗനം ദീക്ഷിക്കുകയോ ചില സന്ദർഭങ്ങളിൽ പുഞ്ചിരിക്കുകയോ ചെയ്യുമായിരുന്നുവെന്നും ഹദീസുകളിൽ കാണാവുന്നതാണ്. അതിനാൽ തന്നെ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഉറങ്ങരുത് എന്നുള്ള രീതിയിൽ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധ്യമല്ല. ഉറങ്ങൽ അനുവദനീയമാണ് എന്നുകൂടി പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്നുണ്ട്. അസ്സലാമു